ഞങ്ങളുടെ മീൻ ചന്തയിൽ വരും, വരാതെ പോവൂല. ഞങ്ങളുടെ ഇന്ന് ഓരോ ഓട്ടം വാങ്ങിയിട്ട് അവര് എക്സ്പോർട്ട് പോണത്. വീട്ടിൽ പോയി അരിക്ക് വേണ്ടി ക്യൂ നിൽക്കൂല ഒരു സഹോദരന്മാര്. മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു പോയി ആരും പോയി നിൽക്കൂല. പക്ഷെ മദ്യത്തിന് വേണ്ടി ആ കുപ്പയിൽ നിങ്ങൾ മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മദ്യം കൊടുത്ത് ഇല്ലാതെയാക്കുന്ന നിങ്ങളുടെ സർക്കാരാണ്. അത് ആദ്യം നിർത്തലാക്കണം. ഞങ്ങള് മത്സ്യത്തൊഴിലാളി പാവങ്ങളല്ല, ഞങ്ങള് ഏറ്റവും കോടീശ്വരാണ് മത്സ്യത്തൊഴിലാളി. നിങ്ങളാണ് ഇല്ലാതെയാക്കുന്നത് ഞങ്ങളാ. ചേച്ചി, തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ ആർക്കും വോട്ടിടാൻ പോകുന്നില്ല. എന്താ കാരണം? എന്താ? ഞങ്ങളുടെ പാലം പൊട്ടി. ഇതുവരെ ആരെങ്കിലും വന്നാ നോക്കാൻ വേണ്ടി? ഈ തീരദേശത്തുള്ള പാവങ്ങള് ഈ പട്ടിണി അടക്കുന്നത് അതൊന്നും തിരക്കുന്നില്ലല്ലോ. വോട്ടിന് വേണ്ടി ഇപ്പൊ ഇലക്ഷൻ വരുമല്ലോ, അവരെല്ലാരും ഞങ്ങളുടെ മീൻ ചന്തയിൽ വരും, വരാതെ പോവൂല. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ടിടണേ എന്ന് പറഞ്ഞ അവര് കയ്യും കൂപ്പും. അവര് ജയിച്ചു തീരുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ? കാറും എക്സ്പോർട്ട് വണ്ടികളും പോണത് പോലീസിനെയും കൊണ്ട്. ഞങ്ങളുടെ ഇന്ന് ഓരോ ഓട്ടം വാങ്ങിയിട്ട് അവര് എക്സ്പോർട്ട് പോണത്. എന്തിന്? ഞങ്ങളെ പേടിച്ചാ? ഞങ്ങളുടെ അടുത്താണ് വന്ന് ചോദിക്കുന്നത് വോട്ടിടുവോ എന്ന്. ഞങ്ങള് പോട്ട് മനസാക്ഷിക്ക് പോയി നമ്മുടെ അവകാശമാണ് ഒരു വോട്ടിടുന്നത്. അവര് ജയിച്ചു പോകുമ്പോ ഇതിന്റെ അകത്തൂടെ പോകുമ്പോഴ് ഇവരെന്തിനാണ് പോലീസിനെയൊക്കെ കൊണ്ട് എക്സ്പോർട്ട് പോണത്? അവർക്ക് പേടിയാ. ഞങ്ങൾ പേടിച്ച് ഞങ്ങളുടെ അടുത്ത് പിന്നെ എന്തിനാണ് വോട്ടിന് വേണ്ടി വരുന്നത്? നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പിന്നെ എന്തിനാണ് വോട്ടിന് വരുന്നത്? അപ്പൊ ഞങ്ങൾ ഇവരെ കൊല്ലൂലേ? ഇവര് പോകുമ്പോ കാർ അടച്ച് പോലീസ് വണ്ടി ആദ്യം, പിന്നീട് മന്ത്രിയുടെ വണ്ടി, പിന്നീട് അടുത്ത പോലീസിന്റെ വണ്ടി. എന്തിനാണ് അങ്ങനെ പറഞ്ഞു വിടുന്നത്? ഞങ്ങളെ പോലെ ജനങ്ങളെ കണക്ക് നോക്കി സന്തോഷത്തോടെ പോകാൻ നോക്കണം. ഞങ്ങളുടെ അടുത്ത് ആദ്യമേ ചോദിക്കുന്നത് കണക്ക് നിങ്ങൾ ഞങ്ങളെ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞു പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകർത്താക്കൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ നോക്കിയിട്ട് പോണം. ആരും ഞങ്ങളെ നോക്കുന്നില്ല. ഈ പാലം പൊട്ടിക്കിടക്കുന്നു, എത്ര ദിവസമായി ആരും വന്നില്ല. പക്ഷെ ഈ ഇലക്ഷൻ വരട്ട് ആരും വരും. ഞങ്ങളുടെ അടുത്ത് തീരദേശത്ത് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് വാങ്ങി കൈകൂപ്പിയാണ് ഇവിടെ വന്ന് നിന്നൊക്കെ പറഞ്ഞത് വോട്ടിടെന്ന്. അവര് ജയിച്ച് അവരെ കാണാൻ വേണ്ടിയാണെങ്കിൽ ഒരു പേപ്പറും കൊണ്ടുപോയാ അവിടെ നിക്ക്. ഞങ്ങൾക്ക് വേദനകളുണ്ട്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികള് പാവങ്ങളാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഞങ്ങളുടെ പണം തന്നെയാണ് ഈ കപചാപച മൊത്തം വീണോണ്ടിരിക്കുന്നത്. ഈ മദ്യപാനത്തിൽ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പണം മൊത്തം വീഴുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മന്ത്രി ആയാലും എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ പാവങ്ങളെ? നിങ്ങൾ പറയുന്നല്ലേ മദ്യ ആരോഗ്യത്തിന് ഹാനികരമെന്ന്. ആ കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? കൊറോണ ഉണ്ടെന്ന് പറയുന്നു, മാസ്ക് വെച്ചിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നല്ലേ? എന്തിന്? ആ കുപ്പിയിൽ നിങ്ങൾ മദ്യ ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മദ്യം കൊടുത്ത് ഇല്ലാതെയാക്കുന്ന നിങ്ങളുടെ സർക്കാരാണ്. അത് ആദ്യം നിർത്തലാക്കണം. ഈ ചാരായ മാറ്റിയപ്പോ ഒരു ജനങ്ങൾക്ക് അസുഖങ്ങളൊന്നും വന്നില്ല. അവരെ കുടുംബങ്ങളും നന്നായിരിക്കണം. അവർക്ക് കുറച്ച് കുടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിപ്പോ 1 ലിറ്റർ വാങ്ങണമെങ്കിൽ അവർ 450 രൂപ കൊടുക്കണം. വീട്ടിൽ ചോറ് കഴിച്ചില്ലെങ്കിൽ അവർ കുപ്പിക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ സർക്കാർ എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യ ആരോഗ്യത്തിന് ഹാനികരം കേട്ടാ. അങ്ങനെ നിങ്ങൾ ആ മദ്യം കൊടുക്കരുത്. അത് കൊടുക്കാതെ അത് ആദ്യം നിർത്തലാക്കുക. നിങ്ങൾ അതൊക്കെ പോയി നിർത്താത്ത എന്ത്? ഞങ്ങളുടെ പാവങ്ങളെ സാരായിട്ട് മാറ്റിയപ്പോഴും ഒരു കുഴപ്പം വന്നില്ല. ക്യാൻസറും മറ്റേതും അസുഖങ്ങളൊന്നും വന്നില്ല. അവിടെയും കിഴങ്ങൊക്കെ വെച്ച് ഈ മദ്യം ആദ്യം നിർത്താനുള്ള ഒരേ ഒരു സംഭവമാണ് ഈ മദ്യം. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ അരി വേവിച്ചില്ലെങ്കിൽ രാവിലെ വെള്ളം പോയ ഓടം പോണതാണ് ബിവറേജിൽ ക്യൂ നിൽക്കാൻ. വീട്ടിൽ പോയി അരിക്ക് വേണ്ടി ക്യൂ നിൽക്കൂല ഒരു സഹോദരന്മാര്. മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു പോയി ആരും പോയി നിൽക്കൂല. വിശക്കുന്നെന്ന് പറഞ്ഞു ഒരു പിടി ആഹാരത്തിന് വേണ്ടി പോയി ക്യൂ നിൽക്കൂല. പക്ഷെ മദ്യത്തിന് വേണ്ടി ഈ സർക്കാർ ആര് ഭരിച്ചാലും പറയാണ്, ഞാൻ കൈകോപ്പി അവരടുത്ത് കേണപേക്ഷിക്കാണ്. ഞങ്ങള് മത്സ്യത്തൊഴിലാളി പാവങ്ങളല്ല, ഞങ്ങള് ഏറ്റവും കോടീശ്വരാണ് മത്സ്യത്തൊഴിലാളി. നിങ്ങളാണ് ഇല്ലാതെയാക്കുന്നത്. ഞങ്ങളാ ആദ്യം മദ്യം നിർത്തിക്കണം. മദ്യം നിർത്തി തീരുമ്പോ ആരുടെ പണം വീഴുമെന്ന് നമുക്കറിയാം. എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. ഇപ്പൊ വോട്ടിന് വേണ്ടി നിങ്ങൾ വരുന്നു. വോട്ട് കെട്ടി തീരുമ്പോ നിങ്ങൾ പോകുന്നു, നിങ്ങളുടെ പൊടിയും തൊട്ട് നിങ്ങൾ പോകുന്നു.